നമസ്കാരം. മികച്ച ശമ്പളം, മികച്ച ജീവിത നിലവാരം എന്നിവയൊക്കെ കൊണ്ട് ഏറെ ആകർഷകമായ ഒരു രാജ്യമാണ് കാനഡ. ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ തന്നെ നിരവധി പേരാണ് ഓരോ വർഷവും കാനഡയിലേക്ക് ജോലിക്കായും അതുപോലെ വിദ്യാഭ്യാസത്തിനായും മറ്റുമൊക്കെ തന്നെ അവിടെ എത്തുന്നത്. ഇതുകൂടാതെ അവിടെ താമസിക്കുന്ന തങ്ങളുടെ മക്കളെയും മറ്റും കാണാനൊക്കെ കുടുംബാംഗങ്ങളും മാതാപിതാക്കളും ഒക്കെ തന്നെ കാനഡ സന്ദർശിക്കുന്നതും പതിവാണ്. അമേരിക്കയും ബ്രിട്ടനുമൊക്കെ തന്നെ ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നിലപാടുകൾ കൂടുതൽ കർശനമാക്കിയ ഒരു കാലഘട്ടമാണ്. അമേരിക്കയിലാണെങ്കിൽ ആളുകളെ അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടി അവരെ കൈയും കാലും കൂട്ടിക്കെട്ടി എയർഫോഴ്സ് വിമാനത്തിൽ നാട്ടിലേക്ക് അയക്കുന്ന രീതിയാണ് നിലവിലുള്ളത് എങ്കിൽ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നിയമം കർശനമാക്കുകയാണ്. പക്ഷേ അമേരിക്ക ചെയ്തതുപോലെ അത്രയും കടുത്ത രീതിയിലുള്ള അവർ ചെയ്യുന്നത് എന്ന് മാത്രം. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ കൃത്യമായി കണ്ടെത്താനും അവരെ തിരികെ നാട്ടിലേക്ക് അയക്കാനുമൊക്കെയുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബ്രിട്ടൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ കാനഡയും അവിടെ പിന്നെ ഈ ബ്രിട്ടനിലെയും മറ്റും പോലെ ഈ കള്ളബോട്ട് കയറി എത്തുന്ന ആളുകളൊന്നും തന്നെ ഇല്ല. അതല്ലാതെ ജോലിക്കും മറ്റും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനും എത്തുന്ന ആളുകളാണ് കൂടുതൽ. അവർക്കുള്ള വിസ നിയമങ്ങൾ ഇപ്പോൾ കൂടുതൽ കർശനമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാനഡ. ഈ മാസം ആദ്യം മുതൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇനി അങ്ങോട്ട് കൃത്യമായി ഈ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് കാനഡ സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ കാനഡയിലേക്ക് ജോലി തേടിയും അതല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ കാണാനൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക. ഒരുപാട് കർശനമായ നിയന്ത്രണങ്ങൾ തന്നെയാണ് അവിടെ ഇപ്പോൾ ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുള്ളത്. നേരത്തെ കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഉദാരമായൊരു നയമാണ് അവർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് കർശനമാകും. ജോലി തേടി പോകുന്നവരെ സംബന്ധിച്ച് പറയുമ്പോൾ നേരത്തെ പെർമിറ്റ് നൽകി അങ്ങോട്ട് പോകുന്നവരെ പോലും ഒരുപക്ഷെ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ഇമിഗ്രേഷൻ അധികൃതർക്ക് ഇവർ വിമാനത്തിൽ പുറപ്പെടുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ പോലും ഇവരുടെ വിസ റദ്ദാക്കാൻ കഴിയും. അങ്ങനെ അവർക്ക് ഇങ്ങോട്ട് വരാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്ന്. മറ്റൊന്ന്, ഇവർ ഇവിടെ ജോലി തേടി വരുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൊഴിൽദാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളാണ് കാനഡ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ 2025 നവംബർ 4 തന്നെ അതിൻ്റെ പ്രവർത്തന മാർഗ്ഗനിർദ്ദേശം അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇതിൽ സന്ദർശക വിസകൾ, പഠന പെർമിറ്റുകൾ, വർക്ക് പെർമിറ്റുകൾ, ഇലക്ട്രോണിക് യാത്രാ അംഗീകാരങ്ങൾ എന്നിവ ഉദ്യോഗസ്ഥർക്ക് റദ്ദാക്കാനുള്ള അനുവാദം കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കാനഡയിലേക്ക് കുടിയേറുന്ന വ്യക്തികൾ ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇനി മുതൽ കൂടുതൽ പരിശോധന വിധേയമാക്കും. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നേരത്തെ ഇത്തരത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ അമേരിക്കയിൽ മറ്റും നടക്കുന്ന പോലെയുള്ള പരിശോധനകളൊന്നും കാനഡയിലില്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ആളുകളിൽ പരിശോധന നടക്കും. ഇവർ അവിടെ നിന്ന് എത്തിയിട്ട് ഏത് വിസയിലാണോ വന്നത് ആ ജോലി തന്നെയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ചാടി മറ്റേതെങ്കിലും ജോലിക്കാണോ പോകുന്നത് എന്നുള്ള കാര്യം ഇനി കൃത്യമായി കാനഡ അധികൃതർ വിലയിരുത്തും. നിയമം ലംഘിച്ചു എന്ന് കണ്ടാൽ അവരെ അടിയന്തരമായി നാടുകടത്തുകയും ചെയ്യും എന്നുള്ള കാര്യവും ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുപോലെ ഒന്നാണ് താൽക്കാലിക സന്ദർശനക്കാർ. പലപ്പോഴും അവിടെ താമസിക്കുന്ന മക്കളുടെ അടുത്തേക്കും മറ്റു അച്ഛനമ്മമാരൊക്കെ എത്തുന്നത് പതിവാണ്. ഇന്ത്യയിൽ നിന്ന് നമുക്ക് ധാരാളം പേർ മക്കളെ കാണാനും കൊച്ചുമക്കളെ കാണാനും മറ്റുമൊക്കെ അവിടെ പോകുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം, പലപ്പോഴും ഇവരുടെ വിസ കാലാവധി കഴിഞ്ഞിട്ട് വീണ്ടും വിസ കാലാവധി നീട്ടാൻ ഇവർ ശ്രമിക്കാറുണ്ട്. ഇനി മുതൽ അത് നടപ്പില്ല എന്നുള്ളതാണ് ഈ വിസ നിയമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഇത്ര നാളത്തേക്കാണ് വിസ അനുവദിച്ചിട്ടുള്ളത് എങ്കിൽ ആ വിസ കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾ മടങ്ങി പോകുന്നേ പറ്റൂ. അതല്ലെങ്കിൽ നിങ്ങളെ പിടികൂടി നാട്ടിലേക്ക് അയക്കുന്ന അവസ്ഥ ഉണ്ടാകും. മക്കളോടും കൊച്ചുമക്കളോടും സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി പലരും കൂടുതൽ സമയം അവിടെ ചിലവഴിക്കാൻ ഇനി ശ്രമിക്കുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനിയുള്ളത് വിദ്യാർത്ഥികളുടെ കാര്യമാണ്. പലപ്പോഴും വിദ്യാർത്ഥി വിസയിൽ അവിടെ പോകുന്ന പലരും പിന്നീട് പഠിത്തമൊക്കെ ഉഴപ്പിയതിന് ശേഷം മറ്റേതെങ്കിലും താൽക്കാലിക ജോലികളിൽ കയറി അങ്ങനെ പൈസ ഉണ്ടാക്കി ജീവിക്കാൻ ശ്രമിക്കും. ഇത് ഇനി മുതൽ നടപ്പില്ല. വിദ്യാർത്ഥി വിസയിൽ വന്നാൽ അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്യാമെന്നുള്ളതൊരു കാര്യം തന്നെയാണ്. പക്ഷേ അവരുടെ വിദ്യാഭ്യാസം അവർ മുടക്കാൻ പാടില്ല. കൃത്യമായി അവർ പഠനം പൂർത്തിയാക്കിയിരിക്കണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി കർശനമായ പരിശോധനയാണ് കാനഡയിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ അവിടെ പോയതിന് ശേഷം പഠിത്തം കളഞ്ഞിട്ട് ഏതെങ്കിലും ജോലി സമ്പാദിക്കാൻ നിങ്ങൾ ശ്രമിക്കാൻ, താൽക്കാലിക ജോലിയാണെങ്കിൽ പോലും സമ്പാദിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളെ പിടികൂടിയാൽ അടിയന്തരമായി തന്നെ നിങ്ങളെ നാട്ടിലേക്ക് നാടുകടത്തുക തന്നെ ചെയ്യും. കാനഡയിലെ ഒരു അംഗീകൃത കോളേജിലോ സർവകലാശാലയിലോ വിദ്യാർത്ഥി എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് രാജ്യത്തേക്ക് പ്രവേശനത്തിന് അംഗീകാരം ലഭിക്കും. അതുപോലെ വിദ്യാർത്ഥി പഠനത്തിൽ പുരോഗതി കൈവരിക്കുന്നത് തുടരുകയാണെങ്കിൽ അവർക്ക് തുടരാനുള്ള അംഗീകാരവും ലഭിക്കും. കൂടാതെ കാനഡയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ അനുവദിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ മാത്രമേ ജോലി ചെയ്യുന്നുവെന്ന് ഉറപ്പ് ലഭിച്ചാലും അവർക്ക് വിസ തുടർന്ന് ലഭിക്കും. വിദ്യാർത്ഥികൾ അനുവാദമില്ലാതെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയോ ക്ലാസ്സിൽ കയറാതെ കറങ്ങി നടക്കുകയോ ഒക്കെ ചെയ്യും. അതുപോലെ മറ്റേതെങ്കിലും പാർട്ട് ടൈം ജോലിക്കോ പോകുന്നതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി വളരെ കർശനമായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പുതിയ വിസ നിയമങ്ങൾ അനുശാസിക്കുന്നത്. പഠനാനുമതി തെറ്റായി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊക്കെ തന്നെ കർശനമായ വിലക്കുകളാണ് ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. ഈ കള്ളത്തരം കാണിച്ച് കാനഡ കഴിയുന്ന ആളുകളെ പിടികൂടാനുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി തന്നെ ഇനി അങ്ങോട്ട് നടപ്പിലാക്കാൻ പോവുകയാണ് കാനഡ. അത് അമേരിക്ക ചെയ്തതുപോലെ
ഓടിച്ചിട്ട് പിടിച്ചവരെ കൈയും കാലും ചങ്ങലക്കിട്ട് വിമാനത്തിൽ കയറ്റി വിടുന്ന രീതിയായിരിക്കില്ല, അവരെ നാട് കടത്തും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇനി മുതൽ ഈ പരിശോധന ശക്തമാക്കും എന്നുള്ള കാര്യം കാനഡയിലേക്ക് പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ഇത്രയും നാൾ ഇല്ലാതിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അനധികൃത കുടിയേറ്റക്കാർ ഒരു ബാധ്യതയായി മാറുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. എല്ലാവരും ഏതെങ്കിലും ഒരു ബന്ധുവോ വേണ്ടപ്പെട്ട ആളോടെ ഉണ്ടെങ്കിൽ അവരെ കാണാനായി സന്ദർശക വിസയിലെത്തുകയും പിന്നീട് അവിടെ എങ്ങനെയെങ്കിലും ജോലി കയറി പറ്റാനൊക്കെ തന്നെ ശ്രമം നടത്തുന്നത് അധികൃതർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇവ തടയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കാനഡ പുതിയ നിയമ മാറ്റത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, ഈ വിസ കാലാവധി കഴിഞ്ഞ് അവിടെ താമസിക്കുന്ന ആളുകളുടെ എല്ലാ വിശദാംശങ്ങളും അവിടുത്തെ ഫെഡറൽ വിഭാഗത്ത്, പോലീസ് വിഭാഗത്തെ തന്നെ ആയിരിക്കും അറിയിക്കുന്നത്. അത് കസ്റ്റംസ് ഇമിഗ്രേഷൻ വിഭാഗത്തെയൊക്കെ തന്നെ അറിയിക്കും. അവരെത്തി ഇത്തരത്തിൽ താമസിക്കുന്ന ആളുകളെ പിടികൂടി നാട്ടിലേക്ക് അയക്കും. അപ്പോൾ ഏതായാലും കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇത് പഴയ കാനഡ അല്ല പുതിയ കാനഡ എന്ന് അങ്ങോട്ട് പോകുന്നവർ ഇനിയെങ്കിലും മനസ്സിലാക്കുക. പക്ഷേ ഇതുകൊണ്ട് പ്രയോജനം ഉള്ള ഒരേ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആണ്. അത് ശരിക്കും പഠിക്കാൻ പോകുന്നവർക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. അവർ പറയുന്നത്, നേരത്തെ ഇന്ത്യ ഉൾപ്പെടെയുള്ള SDS എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ, അതായത് 2018 നിലവിൽ വന്ന ഒരു പുതിയ നിയമപ്രകാരം ആ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപ മുൻകൂർ ഫീസായി അടയ്ക്കേണ്ട ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ നിയമം വന്ന സ്ഥിതിക്ക് ഇനി അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും മറ്റേ ലോകത്തെ ഏത് രാജ്യത്തു നിന്നും വിദ്യാർത്ഥികളുമൊക്കെ തന്നെ അവരുടെ ഒരു സെമസ്റ്ററിൻ്റെ മാത്രം പണം കൊടുത്താൽ മതി എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ഏറെ ആശ്വാസകരമാണ്. ഇത് ഓർക്കുക, ഇത് പഠിക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. പഠിത്തം ലക്ഷ്യമിട്ട് വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആശ്വാസമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പലരും വിദ്യാഭ്യാസ ആവശ്യത്തിനായി ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്താണ് കാനഡയിൽ പഠിക്കാനായി പോകുന്നത്. പക്ഷേ ഇനി ഇത്രയും വലിയ തുക അവർ അതിനായി മുടക്കേണ്ടതില്ല. ഒരു സെമസ്റ്ററിൻ്റെ ഫീസ് എത്രയാണെന്ന്, ആ കോളേജിൻ്റെ നിലവാരം അനുസരിച്ച് എത്രയാണെന്ന് മുൻകൂട്ടി വിവരം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത്രയും കുറഞ്ഞ തുക മാത്രം അവർ ഇതിനായി ചിലവാക്കിയാൽ മതി എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. ഈ നിയമം കർശനമാക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ പ്രവേശനം എപ്പോഴും കാനഡ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ നാളെ അവർ അവിടെ മികവ് തെളിയിക്കുകയാണെങ്കിൽ അവർക്ക് തന്നെ കാനഡയിൽ എന്തെങ്കിലും നല്ല ജോലി കിട്ടാനുള്ള സാധ്യത, അങ്ങനെ കാനഡ എന്ന രാജ്യത്തിൻ്റെ അവരുടെ വിഭവസമ്പത്ത് വർദ്ധിപ്പിക്കാനുമൊക്കെ ഇതിലൂടെ കഴിയുമെന്ന് തന്നെയായിരിക്കാം ഒരുപക്ഷെ കാനഡ ലക്ഷ്യമിടുന്നത്. കാനഡയിലെ പുതിയ പ്രധാനമന്ത്രി ഇന്ത്യയുമായി തന്നെ വളരെ അടുത്ത നല്ല ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയെക്കാളൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായൊക്കെ വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന മൈക്ക് കാർണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇന്ത്യക്കാരെ അങ്ങേറ്റം മതിപ്പാണ്. ഇന്ത്യക്കാരെ കുറിച്ചുള്ള നല്ല വാക്കുകൾ മാത്രമേ അദ്ദേഹം എല്ലാ കാലത്തും പറഞ്ഞിട്ടുമുള്ളൂ. എന്നാലും ഇന്ത്യക്കാർ മാത്രമല്ല, ഇത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്ന എല്ലാവിധ വിദേശ സന്ദർശകരെയും ലക്ഷ്യമിട്ട് തന്നെയാണ് അവർ ഇവിടെ ഈ പുതിയ നിയമ സംഹിത നടപ്പിലാക്കുന്നത്. ഏതായാലും ഇത് നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതനുസരിച്ച് ഇനി അങ്ങോട്ട് കാനഡയിലേക്ക് പോകുമ്പോൾ 3 വിഭാഗത്തിൽപ്പെട്ടവരെ ശ്രദ്ധിക്കുക. പഠിക്കാൻ പോകുന്നവർ, ജോലിക്കായി പോകുന്നവർ, കുടുംബാംഗങ്ങളെ കാണാൻ പോകുന്നവർ. ഈ 3 പേര് ശ്രദ്ധിക്കുക. നിങ്ങൾ കാനഡയിലെ ഇമിഗ്രേഷൻ അധികൃതരുടെയും അവിടുത്തെ കസ്റ്റംസിൻ്റെയും പോലീസിൻ്റെയൊക്കെ തന്നെ കർശന നിരീക്ഷണത്തിലായിരിക്കും. നേരത്തെ സംഭവിച്ചിരുന്നത് പോലെ എന്തെങ്കിലും ചെറിയ തോതിലുള്ള തട്ടിപ്പുകൾ നടത്തി അവിടെ വിസയ്ക്ക് വിരുദ്ധമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അടിയന്തരമായി നിങ്ങളെ നാട് കടത്തും എന്നുള്ള കാര്യം ഓർക്കുക. ഇക്കാര്യത്തിൽ ഇനി യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും കാനഡ തയ്യാറല്ല എന്ന് തന്നെയാണ് ഈ പുതിയ വിസ നിയമങ്ങൾ സൂചിപ്പിക്കുന്നത്.